Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറിയിലേക്കാണ് കടക്കുന്നത്. വിപണിയെ സംബന്ധിച്ച് ഈ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും തുടർച്ചയായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2 ദിവസങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും സെൽ ഓഫ് നേരിട്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഒരു റിക്കവറി കാണാൻ സാധിക്കുകയും 26,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് നടത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള ട്രേഡിംഗ് സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വീണ്ടും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ്, അതായത് 25,800 എന്നൊരു ലെവലും കൈവിടുന്നൊരു സ്ഥിതിയിലേക്കാണ് പലപ്പോഴും നിഫ്റ്റി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെയും ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ലെവൽ കൈവിട്ടുകൊണ്ട് 25,770.35 എന്നൊരു ഡേ ലോയിലേക്ക് വരുത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു ലോ ലെവലിൽ നിന്നും വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും 25,800 എന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു ലെവൽ റീക്ലെയിം ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിക്ഷേപകർക്കിടയിലും അനലിസ്റ്റുകൾക്കിടയിലും ഒരല്പം ആശ്വാസം പകരുന്നുണ്ട്. പ്രധാനമായിട്ടും അതിനൊരു കാരണമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ അണ്ടർടോൺ ബുള്ളിഷായിട്ട് തുടരുന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിയർ ടേമിൽ ചിലപ്പോൾ ചില വളറ്റിലിറ്റികളോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറോ നേരിട്ടേക്കാം. പക്ഷേ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും അതിൻ്റെ ഒരു അണ്ടർടോൺ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് ടോൺ തന്നെ നിലനിർത്തുന്നു എന്നൊരു അനുമാനമാണ് നിക്ഷേപകർക്കിടയിൽ ഉയർന്നു വരുന്നത്. ഇനി ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോൾ 25,818.55 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ പൊതുവേ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സെക്ടർ വൈസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിരുന്ന ഒരു സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മീഡിയ സൂചികയാണ്. മീഡിയയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ സെഷൻസ് ആയിട്ട് ടെക്നിക്കലി വളരെ വീക്കായിട്ടൊരു പോയിന്റിലേക്കാണ് മീഡിയ നീങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ പോലും ആ ഒരു മൊമെൻറ്റത്തിനൊത്ത് കീപ്പ് ചെയ്ത് മുന്നേറാനായിട്ട് നിഫ്റ്റിയുടെ മീഡിയ സൂചിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെയും ഏകദേശം 1.25% മുകളിലൊരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേസമയം എടുത്തു പറയേണ്ടുന്ന ഒരു പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചികയാണ്. 1.29% ഒരു നേട്ടം നൽകിക്കൊണ്ട് വളരെ മികച്ചൊരു ക്ലോസിംഗ് നടത്താനായിട്ട് PSU ബാങ്ക് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡിസംബർ 9 മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് PSU ബാങ്ക് സൂചികയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും 58,926.75 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇപ്പോഴും ആ ഒരു അണ്ടർടോൺ, അതായത് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ടെക്നിക്കലി ഒരു അല്പം കൂടി സ്ട്രോങ് ആയൊരു പൊസിഷനിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക നിലനിൽക്കുന്നതെന്നൊരു ഇൻഡിക്കേഷനാണ് പല അനലിസ്റ്റുകളും നൽകിയിരിക്കുന്നത്. ഇനി ആഗോളതലത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നാസ്ഡാക്കിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബബിൾ ആശങ്ക നിലനിൽക്കുന്നത് തന്നെയാണ് നാസ്ഡാക്കിലെ ടെക് ഹെവി ആയിട്ടുള്ള പല ഓഹരികളിലും ഒരു സെൽ ഓഫിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എടുത്തു പറയുന്ന ഒറാക്കിളായിരുന്നു. ഒറാക്കിളിനെ സംബന്ധിച്ചിട്ട് വീണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചില ആശങ്കകൾ ഉയർന്നു വന്നിരിക്കുകയാണ്. കണക്കുകൾ അനുസരിച്ചിട്ട് സെപ്റ്റംബർ ക്രിയേറ്റ് ചെയ്ത ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 50% ലോസ് ആയിരിക്കുന്ന ഒറാക്കിൾ ഓഹരികൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.5% അടുത്തൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. S&P 500 സൂചികയും 1% ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സെക്ടേഴ്സിനേക്കാളൊക്കെ ഉപരി ഈ ഒരു ടെക് ഹെവിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓഹരികളിലുള്ള ചില ഓവർ വാല്യുവേഷൻ ആശങ്കകളും അതിനോടൊപ്പം തന്നെ അത് എത്രത്തോളം അവരുടെ ആ ഏർണിങ്സ് റിയലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ആശങ്കകളും ഒക്കെയാണ് പ്രധാനമായിട്ടും US സൂചികകൾക്ക് തിരിച്ചടിയാവുന്നത്. ഏതായാലും ഇന്ന് പരിശോധിക്കുമ്പോഴേക്കും നിർണായകമായിട്ടുള്ള 3 സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങൾ ഇന്ന് രാത്രിയോടും നാളെ രാവിലെയോടും കൂടി അറിയാൻ സാധിക്കും. ആദ്യത്തേത് ബാങ്ക് ഓഫ് ജപ്പാൻ, തുടർന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, അതിനുശേഷം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നീ 3 സെൻട്രൽ ബാങ്കുകളുടെ ധനനയ യോഗ തീരുമാനങ്ങൾ ഇന്ന് അറിയാൻ സാധിക്കും. ഇതൊക്കെ തന്നെ വിപണികളുടെ മുന്നോട്ടേക്കുള്ളൊരു ഗതിയെ സ്വാധീനിച്ചേക്കാം എന്നൊരു അനാലിസിസ് കൂടി അനലിസ്റ്റുകൾ നൽകുന്നുണ്ട്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anla, morning viewers. Yes.
സർ, അമേരിക്കൻ വിപണിയിൽ വരുമ്പോൾ വീണ്ടും ആ ഒരു എയർ റിലേറ്റഡ് ആയിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതിനെ തുടർന്ന് പ്രത്യേകിച്ചും നാസ്ഡാക്കിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫാണ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് 100ലേക്ക് എത്തുമ്പോൾ ഇന്നലെയും ഏകദേശം 480 പോയിന്റ്സിലധികം ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു നവംബർ 25 ആ ഒരു ലോയിലേക്ക് വരെ എടുത്തുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ടും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് സീരീസ് തുടരുകയാണ്. S&P 500 സൂചികയിലും 1% ഒരു ഇടിവ് തുടരുകയാണ്. സോ അമേരിക്കൻ വിപണികളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ബബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആശങ്കകൾ നിലവിൽ താങ്കൾ കാണുന്നുണ്ടോ? നമ്മൾ നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും എസ്പെഷ്യലി നാസ്ഡാക്കിന്റെ കേസിൽ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ കുറച്ച് ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ടെക്നോളജി സ്റ്റോക്സിൽ, അമേരിക്കൻ സ്റ്റോക്സിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലോങ് പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ സപ്പോർട്ട് 2400 പോയിന്റിലാണ് കാണുന്നത്. നമുക്ക് ഈ ഷോർട്ട് ടേം ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 25,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ, അപ്പം തന്നെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. കമോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ഇടിവാണ് കാണുന്നത്. ഇപ്പോൾ ഏകദേശം 0.5% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഒരു നല്ലൊരു ബൈങ് ലിസ്റ്റ് കടന്നു വന്നു. പക്ഷേ ഹൈ ലെവൽസിൽ വീണ്ടും ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു കമോഡിറ്റിയിൽ വീണ്ടും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെനിസ്വേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക, വെനിസ്വേലയ്ക്ക് മേൽ US കംപ്ലീറ്റ് ആയിട്ട് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലോബൽ ലെവലിൽ തന്നെ ഈ ക്രൂഡിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തുകയാണ്. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നമുക്ക് ക്രൂഡിന്റെ കേസിൽ പറയാൻ സാധിക്കത്തില്ല. കാര്യം കഴിഞ്ഞ ഒരു 8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് ആയിരുന്നു ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ക്രൂഡിന്റെ കേസിൽ ഒരു റിക്കവറി കാണാൻ സാധിച്ചത് ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറി. ഇത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ ഇന്ന് ഒരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $55.75 സപ്പോർട്ടായിരിക്കും WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ ക്രൂഡിൽ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ആ ഒരു ഹൈ ലെവൽസിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡിംഗ് തുടരുന്നത്. നിലവിൽ ആ ഒരു ഹൈ ലെവൽസിൽ വളരെ നേരെ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ $4,330 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഗോൾഡിന് കഴിയുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിയർ ടേമിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, സ്വർണം നമ്മൾ നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള $4,398 ലെവൽ അത് ഇപ്പൊ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 4,320 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് 4,400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രേഡിംഗിന് വീണ്ടും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ലഭിക്കും. ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50 ഇന്നലെയും ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 25,800 എന്നൊരു ലെവലും ഇന്നലെ ഇൻട്രാഡേയിൽ കൈവിട്ടിരുന്നു എങ്കിൽ പോലും ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ലെവൽ റീക്ലെയിം ചെയ്തുകൊണ്ട് 25,818.55 എന്നൊരു നിലയിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പല അനലിസ്റ്റുകൾക്കിടയിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു എങ്കിൽ പോലും ഷോർട്ട് ടേമിൽ ചില വോളറ്റൈലിറ്റിക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊരു അനുമാനമാണ് നൽകിയിരിക്കുന്നത്. താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡിലെ പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് 27,685 സപ്പോർട്ട് ശ്രദ്ധിക്കണം. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് ഫേസിലോട്ട് നിഫ്റ്റി 50 നീങ്ങണമെങ്കിൽ 26,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം.
ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട നിലയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോ ലെവൽസിൽ വീണ്ടും ഒരു നേരിയ തോതിലെങ്കിലും ഒരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. 58,926.75 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓൾ ടൈം ഹൈ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന്. ആ ഒരു വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 58,700 ആയിരിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ആ ഒരു സെക്ടറിൽ കഴിഞ്ഞ ഒരു 2 മാസത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓൾട്ടർനേറ്റീവ്ലി ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും അതിനുശേഷം ലാർജ് PSU ബാങ്ക് ഇൻട്രസ്റ്റിലോ നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലായിരുന്നു ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ആ ഒരു സമയത്ത് PSU ലാർജ് ബാങ്ക്സിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. ഇന്നലത്തെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്ക് ഈ 2 മേജർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും വളരെ പ്രഷർ കാണാനിടയായി. നമ്മുടെ കൈവശം HDFC ബാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 970 രൂപയായിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ICICI ബാങ്കിന്റെ കേസിൽ നമുക്ക് ലോങ് പൊസിഷൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1340 രൂപയായിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അഗെയിൻ ഇൻ ദി സ്റ്റോക്ക് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. ലാർജ് PSU ബാങ്കിലേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. കേസ് ഓഫ് ബാങ്ക് ഓഫ് ബറോഡ 280 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. 290 ആയിരിക്കും ഇമ്മീഡിയറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാനറ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു. സോ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 150 റെസിസ്റ്റൻസ്. ആൻഡ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. 983 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ്. സാറിനോടൊപ്പം തന്നെ IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് കൂടി വരികയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീക്കിൽ പൊതുവെ മികച്ചൊരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ്. പ്രത്യേകിച്ചും തുടർച്ചയായിട്ട് ഒരു മുന്നേറ്റം ഏകദേശം കഴിഞ്ഞൊരു ഒക്ടോബർ പകുതിക്ക് ശേഷം, ഒക്ടോബർ ഫസ്റ്റ് വീക്കിന് ശേഷം നല്ലൊരു മുന്നേറ്റം ഈ ഓഹരിയിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ 82 രൂപ പൈസയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നിഫ്റ്റിയുടെ IT സൂചികയിലേക്കാണ് വരുന്നത്. ITയെ സംബന്ധിച്ചിട്ട് ഇന്നലെ മറ്റ് ഇൻഡെക്സുകളെ അപേക്ഷിച്ചിട്ട് ഒരു നേരിയ തോതിൽ ഡിഫൻസീവ് മോഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. പക്ഷേ ഹൈ ലെവൽസിൽ IT ഇൻഡെക്സിലും ഇന്നലെ ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. സോ IT ഇൻഡെക്സിലുള്ള ഷോർട്ട് ടേമിലേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം നിഫ്റ്റി IT ഇൻഡെക്സ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം നമുക്ക് നിഫ്റ്റി 50 അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വളരെ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ഇൻഡെക്സിലും കാണാൻ സാധിച്ചിരിക്കുന്നു. ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നമ്മൾ ഇതൊരു ബൈയിങ് അവസരമായിട്ട് തന്നെ നമ്മൾ കരുതണം. നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ലാർജ് IT സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ നല്ല അവസരമാണ് ഇരിക്കുന്നത്. നമ്മൾ IT ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ഇന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 38,420. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 38,750, 39,000, 39,350. അപ്പം TCSലേക്ക് കൂടി വരികയാണ്. TCSനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം അവരുടെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകത്തെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഏകദേശം 5,000 എൻഗേജ്മെൻറ്റ്സ് AI റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും 5% ഒരു കോൺട്രിബ്യൂഷൻ AIയുടെ ഭാഗത്തു നിന്ന് AI ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. $1.5 ബില്യൺ ആനുവലൈസ്ഡ് റവന്യൂ ആണ് ഇപ്പോൾ കമ്പനിയുടെ AI സെഗ്മെൻറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചത്. എൻ്റെ പിയേഴ്സ് എന്ന് പറയുന്നത് HCL ടെക്കിലേക്കൊക്കെ വരുമ്പോഴേക്കും 3% ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓഹരികളിലേക്ക് സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇന്നലെ ഒരു 0.5% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ TCSലും ഒരു സെൽ ഓഫ് ആയിരുന്നു കണ്ടിരുന്നത്. സോ TCS ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
TCSന്റെ കേസിൽ ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ്, ലോങ് ടേം സൈഡ്വേസ് ആയി കാണാൻ സാധിക്കുന്നത്. നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് നേരിയ അണ്ടർ പെർഫോമൻസ് TCSൽ കാണാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ TCS ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് കാച്ചിങ് അപ്പ് ടു ഡു. എങ്കിലും നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് TCSന്റെ ആയിരിക്കുന്നത്. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത് 3280 റെസിസ്റ്റൻസ്. മൈ എക്സ്പെക്ടേഷൻ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഇൻഫോസിസിലേക്ക് കൂടി വരികയാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ സെഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഇൻഫോസിസ് ഓഹരികളിൽ കാണുന്നത്. ഇൻഫോസിസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ പെർഫോമൻസ് വിലയിരുത്തൽ എങ്ങനെയാണ്? ഇൻഫോസിസിന്റെ കേസിൽ ഓൾറെഡി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ 1575 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1612 രൂപയിലായിരിക്കും. അടുത്തായിട്ട് ചില മെറ്റൽ ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് വലിയ തോതിൽ മുന്നേറ്റം നൽകിയൊരു അല്ലെങ്കിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ. പ്രത്യേകിച്ചും റീസെൻ്റ് ആയിട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഡിസംബറിൽ വളരെ മാസീവായിട്ടുള്ള ബൈയിങ് ഇൻഡസ്ട്രി പല സെഷൻസിലും കാണാനും സാധിച്ചിട്ടുണ്ട്. ഇന്നലെ പക്ഷേ ഒരു ലോവർ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു ഡിസംബർ 15 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ 3 സെഷൻസിലായിട്ടും ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് മെറ്റൽ സെക്ടറിൽ നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എ മൊമെന്റം സെക്ടർ, നോട്ട് എ വാല്യൂ പ്ലേ. ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 348. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കും. അടുത്തായിട്ട് വേദാന്തയിലേക്കാണ് വരുന്നത്. വേദാന്തയെ സംബന്ധിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസും ഫണ്ടമെന്റലി ധാരാളം ഇഷ്യൂസും ഒക്കെ നേരിട്ടൊരു കമ്പനിയായിരുന്നു വേദാന്ത ലിമിറ്റഡ്. എന്നാൽ കഴിഞ്ഞ ഒരു ഡിസംബർ 9 മുതൽ തുടർച്ചയായിട്ട് കഴിഞ്ഞൊരു 16 വരെയുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് ശക്തമായിട്ട് റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈ ലെവൽസിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നേരിട്ടിരിക്കുന്നത്. സോ വേദാന്ത ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ വേദാന്ത അഗെയിൻ ഇസ് എ മൊമെന്റം പ്ലേ. ആൻഡ് നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. ബിക്കോസ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയൊരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് 540 ആയിരിക്കും. ഈ സ്റ്റോക്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തത് ദിസ് ഇസ് നോട്ട് എ വാല്യൂ പ്ലേ, ദിസ് ഇസ് എ മൊമെന്റം പ്ലേ. കാര്യം കമ്പനിക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ ഓവർ ഹാങ്സ് ഉണ്ട്. ആൻഡ് സെക്കൻഡ്ലി ഈ കമ്പനിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ദാറ്റ് കമ്പനി ഈസ് ഗോയിങ് ടു ബി സ്പ്ലിറ്റ് ഇൻ ടു 4 ന്യൂ എൻറ്റിറ്റീസ്. ആ ഒരു വാർത്ത എനിക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ റൂമർ. അത് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ അത് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാനായിട്ട്. IT സ്പേസിൽ നിന്നുള്ള ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിലേക്കാണ് വരുന്നത്. അടുത്തായിട്ട് ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 1% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു ഒക്ടോബർ 29 ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ന്യൂജൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ ഹെവി സെല്ലിംഗ് ആയി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ജ്വല്ലറി സെഗ്മെന്റിലുള്ള PC ജുവലേഴ്സിലേക്കാണ് വരുന്നത്. PC ജുവലേഴ്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ഈ ഓഹരിയിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഈ സ്റ്റോക്കിന്റെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല.
ആൻഡ് ജൂലൈ മാസത്തിന് ശേഷമുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും വളരെ ഹെവി സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 9 രൂപ 50 പൈസ ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വളരെ ശക്തമായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഏകദേശം ഒരു ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് അപ് ട്രെൻഡിലായിരുന്നു ഓഹരി നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഏകദേശം ഒരു 2% മുകളിലൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിയുന്നുണ്ട്. സോ മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗുള്ളൊരു സമയമാണോ? ആദ്യം തന്നെ ഒരു ഡിസ്ക്ലോഷർ, ഐ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് പൊസിഷൻ ഇൻ മുത്തൂറ്റ് ഫിനാൻസ്. ആൻഡ് മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ ഈ ആഴ്ചയായിരുന്നു നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 3868 രൂപയിൽ. അതിനുശേഷം ഇന്നലെ നമുക്ക് ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. അറ്റ് ദിസ് പോയിന്റ് ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോവർ റിസ്ക് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 3758 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. റീസെൻ്റ് ആയിട്ട് വാർത്തകൾ ഇടം പിടിച്ചൊരു ഓഹരിയായിരുന്നു ഇൻഡിഗോയെ സംബന്ധിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ്, അതിനോടൊപ്പം തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻസും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഓഹരികളിലും അതിൻ്റേതായിട്ടൊരു വോളറ്റാലിറ്റി കണ്ടിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും ഒരു ഫ്ലാറ്റ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഇൻഡിഗോയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇൻഡിഗോയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മൾ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. അത് ഒരിക്കലും ഒരു ബൈയിങ് അവസരം അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 4940 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തായിട്ട് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയിൽ ഇന്നലെ ഇൻട്രാഡേയിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 5% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടതായിട്ടും കാണുന്നുണ്ട്. സോ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന്റെ കേസിൽ നവംബർ മാസത്തിന് ശേഷം വളരെ ഹെവി സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 222 രൂപയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച 183 രൂപ വരെ ഈ സ്റ്റോക്കിൽ ഒരു വലിയ ഇടിവായിരുന്നു നടന്നത്. ഇന്നലെ കണ്ടിരിക്കുന്ന ഒരു റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ കരുതാൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 210 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം. അറ്റ് ദിസ് പോയിന്റ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കത്തില്ല. അടുത്തായിട്ട് ആദിത്യ ബിർല ഫാഷൻ ലിമിറ്റഡിലേക്ക് കൂടിയാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 3% അടുത്തൊരു കുതിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ വോളറ്റൈൽ ആയിട്ടൊരു സെഷൻസ് ആണ് ഈ ഓഹരിയിൽ കഴിഞ്ഞ സെഷൻസിലൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ 3% അടുത്തൊരു നേട്ടം നൽകിയിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ കൃത്യമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറും നേരിട്ടിട്ടുണ്ട്. സോ ആദിത്യ ബിർല ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആദിത്യ ബിർള ഫാഷന്റെ കേസിൽ നമുക്ക് ജൂലൈ മാസം മുതൽ ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 87. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തായിട്ട് നുവാമയിലേക്ക് കൂടി വരികയാണ്. നുവാമയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നുവാമയുടെ കേസിൽ അറ്റ് ദിസ് മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6850 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്പേർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 7650 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ചില ഓട്ടോ സ്റ്റോക്സിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് M&Mലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. M&Mനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? M&Mന്റെ കേസിൽ നമുക്ക് 2 ആഴ്ച മുൻപായിരുന്നു ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത് 3795 രൂപ. അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3560 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ നമുക്ക് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം കാണുന്നുണ്ട്.
ഒപ്പം ഐഷർ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ഒരു ജൂലൈ മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ഐഷർ മോട്ടോഴ്സ്. ഇന്നലെ 1% മുകളിലൊരു നേട്ടം നൽകിയിട്ടുമുണ്ടായിരുന്നു. സോ ഐഷർ മോട്ടോഴ്സ് ഓഹരികളിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എങ്ങനെയാണ്? ഐഷർ മോട്ടോറിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലിനടുത്ത് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7200 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 7320 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 6990 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോൾ സെബിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എക്സ്പെൻസ് റേഷ്യോയിലടക്കം വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സെബി തയ്യാറെടുത്തിരിക്കുന്നത്. എന്നാൽ അതേസമയം മുൻപ് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഷേഴ്സിലേക്ക് സെബി കടന്നിട്ടില്ല എന്ന് കൂടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എങ്ങനെയാണ്? അല്ല, മോസ്റ്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് നമ്മൾ നോക്കുമ്പോഴേക്കും അതിലൊരു ബെയറിഷ് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആസ് എൻ എക്സാമ്പിൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന HDFC മ്യൂച്വൽ ഫണ്ട്. HDFC മ്യൂച്വൽ ഫണ്ട് കേസിൽ ഓഗസ്റ്റ് മാസത്തിൽ 2960 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഗ്രാജുവലി സെല്ലിംഗ് പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് അതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൽ ഫോർ എക്സാമ്പിൾ പൊസിഷൻ ഉണ്ടെങ്കിൽ 2510 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരും. അതേസമയം UTI അസറ്റ് മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം മുതൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആയി സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1900 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് വരുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് IMFA അഥവാ ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലേക്കാണ്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IMFAയുടെ കേസിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് സർ അവസാനമായിട്ട് പറഞ്ഞോളൂ സർ. കേൾക്കാൻ IMFAയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയി സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ അവസാനമായിട്ട് താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി എത്തിയൊരു കമ്പനിയായിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് നിക്ഷേപകരെ പാടെ നിരാശപ്പെടുന്ന തരത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലെയും 0.5% മുകളിലൊരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ബജാജ് ഹൗസിംഗിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ 90 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് നിലവിലുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ലെറ്റ് us വെയിറ്റ് ഫോർ എ ട്രെൻഡ് റിവേഴ്സൽ. അങ്ങനെ പൊസിഷൻ ഉണ്ടെങ്കിൽ 90 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 98 രൂപയായിരിക്കും. 98ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 103. ഏതായാലും ഇന്നത്തെ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും ഇന്നത്തെ ഞങ്ങളുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും അല്ല ഈ പ്രോഗ്രാമിലൂടെ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് തേടിയതിനു ശേഷം മാത്രം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുക. ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിനെ കുറിച്ച് ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം തന്നെ സ്റ്റോക്കിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാൻ സ്റ്റേ ട്യൂൺഡ്. Market Plus, sponsored by DBFS, Associate of Doha Bank.